നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ സ്വീകരിക്കുന്ന നിലപാടുകൾ ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസാധാരണമെന്നോണം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നിലമ്പൂർ എം.എൽ.എ പി.വി. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം.എൽ.എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPM പാർലമെന്ററി പാർട്ടി അംഗവുമാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. വസ്തുതകൾ ഇതായിരിക്കെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ്. പി.വി. അൻവർ എം.എൽ.എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. പി.വി. അൻവർ എം.എൽ.എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു. CPMന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥന എം.എൽ.എയോട് നടത്തുന്നത്. അതേസമയം പി.വി. അൻവർ എം.എൽ.എയുടെ നടപടികളെ DYFI തള്ളി. ഇപ്പോഴത്തെ അൻവറിന്റെ നിലപാടുകൾ ആരെ സഹായിക്കാനാണ് എന്ന് അറിയാൻ നാസ വരെ പോകേണ്ടതില്ലെന്നും മാധ്യമങ്ങൾ നോക്കിയാൽ മതിയെന്നുമാണ് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായ A. റഹീം MP പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനെയോ പാർട്ടിയെയോ തള്ളിപ്പറഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഞാൻ വിരുദ്ധനാകും. മാധ്യമങ്ങൾ വിടാതെ വേട്ടയാടിയ ആളാണ് പി.വി. അൻവർ. ഒറ്റ ദിവസം കൊണ്ട് പി.വി. അൻവർ വിശുദ്ധനായി എന്നും A. റഹീം പറയുന്നു. ഞാൻ പൂർണ്ണസമയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. പറയുന്ന കാര്യം പാർട്ടിയെ ബാധിക്കുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. ഇടതുപക്ഷം ഒരു തെറ്റിനും കൂട്ടുനിൽക്കില്ല. പി.വി. അൻവറിനെ തള്ളി പറയില്ല. ഇടതുപക്ഷം ഇറങ്ങി വിയർപ്പൊഴുക്കി തന്നെയാണ് അൻവറിനെ ജയിപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുവെന്ന അൻവറിന്റെ ആരോപണത്തോട് യോജിക്കാനാവില്ല. തെറ്റ് ചെയ്യുന്ന ആരെയും ഈ സർക്കാർ സംരക്ഷിക്കില്ല. എന്നാൽ ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞാലുടൻ പാർട്ടി തള്ളിപ്പറയില്ല, അന്വേഷണം നടത്തും. അങ്ങനെ ചെയ്യുമായിരുന്നുവെങ്കിൽ അന്നേ അൻവറിനെ കൈവിട്ടേനെ. പലതവണ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അന്വേഷണം നടത്തിയിട്ട് അൻവറിനെ സംരക്ഷിച്ചതല്ലേ? അന്നൊക്കെയും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടാണ് അൻവറിനെ സംരക്ഷിച്ചതെന്നും റഹീം പറഞ്ഞിട്ടുണ്ട്. പി.വി. അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവന സമൂഹ മാധ്യമത്തിൽ CPM നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. മന്ത്രി വി. ശിവൻകുട്ടി, CPM നേതാവ് P. ജയരാജൻ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം തുടങ്ങിയവരുടെ ഫേസ്ബുക്ക് പേജിലാണ് പാർട്ടി പ്രസ്താവന പങ്കുവച്ചത്. പോസ്റ്റിന് താഴെ അൻവറിനെ പിന്തുണച്ചും എതിർത്തും കമന്റുകളുമായി സൈബർ പോരാളികളും ഇതോടെ രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിലെ എം.എൽ.എ പറഞ്ഞ കാര്യങ്ങളെക്കാളും വലുത് എം.എൽ.എ ആരോപിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും താല്പര്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ലോ. പ്രവർത്തകരുടെ വീര്യം കെടുത്തുന്ന നടപടിയാണ് നിലവിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി എന്നത് ജനങ്ങളാണല്ലോ, അനുയായികളാണല്ലോ, പ്രവർത്തകരാണല്ലോ. ഇനി അവർ തന്നെ വിലയിരുത്തട്ടെ. അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കമന്റിൽ പറയുന്നു: സുഡാപ്പികളുടെ കയ്യിലിരിപ്പ് CPMൽ നടക്കില്ല എന്നറിഞ്ഞ സുഡാപ്പികളുടെ കരച്ചിൽ കാണാൻ എന്ത് രസമെന്നാണ് അൻവറിനെ എതിർത്തുകൊണ്ടുള്ള ഒരു കമന്റ്. സാധാരണ സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അൻവർ ഉന്നയിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അൻവറിനൊപ്പമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പ്രിയ സഖാവെ, അൻവറിനെ പോലുള്ളവർ ശരിയോ തെറ്റോ ആർക്കും ഇതുവരെ ബോധ്യമായിട്ടില്ല. പ്രധാന ചോദ്യം തെറ്റാണെങ്കിൽ ഇത്തരക്കാർ എങ്ങനെ പാർട്ടിയിൽ കടന്നുകൂടി? പണ്ട് ഏവർക്കും സ്വീകാര്യരായ പൊതുസ്വതന്ത്രരുണ്ടായിരുന്നു. ഇന്നേവരെ കേട്ടുകേഴ്വില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എം.എൽ.എ ഫോൺ ചോർത്തുന്നു, പത്രസമ്മേളനം നടത്തി അപഹസിക്കുന്നു, യാതൊരു സ്ക്രീനിങ്ങും ഇല്ലാതെ എല്ലാവരെയും എടുത്ത് തലയിൽ വയ്ക്കുന്നു. ആകെ അടവ് നയങ്ങളാണ്. മറ്റൊരാളുടെ അഭിപ്രായമാണിത്. തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണുന്നവരായിരിക്കണം സഖാക്കൾ എന്നാണ് ഒരാളുടെ കമന്റ്. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം ശരിയാണെന്ന് കരുതേണ്ടതില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തി P. ശശിയെ മാറ്റി നിർത്തി അന്വേഷിക്കട്ടെ. വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്ന് സഖാക്കൾ മനസ്സിലാക്കുക. തെറ്റുകൾ കണ്ടാൽ അത് വിളിച്ചു പറയുക തന്നെ വേണം. എവിടെയോ എന്തെല്ലാമോ ചീഞ്ഞു നാറുന്നു. പി ശശി പാർട്ടിയിൽ നടപടികൾ നേരിട്ട് പുറത്തുപോയ ആളല്ലേ, പിന്നെ എങ്ങനെ പെട്ടെന്ന് വലിയ സ്ഥാനത്ത് തിരിച്ചെത്തി? പൂരം റിപ്പോർട്ട് എങ്ങനെ താമസിച്ചു?
പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പോടെ ഇല്ലാതെയാക്കാൻ ഉള്ളിൽ കളി നടക്കുന്നു എന്ന് സംശയം. പ്രസ്ഥാനത്തിനു വേണ്ടി അടികൊണ്ടും തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചു ഒന്നും ആകാത്ത പാവങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നേതാക്കൾ മറക്കരുത്. പുഴുക്കുത്തുകളെ വെച്ചു പൊറിപ്പിക്കാനല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താണ് മനമാറ്റം? ഇനിയെല്ലാം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയട്ടെ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിയത്. അത് കഴിഞ്ഞ് 10 മണിക്കൂർ കഴിഞ്ഞിട്ടും ഗോവിന്ദൻ ഒരക്ഷരം മിണ്ടിയതേയില്ല. മുഖ്യമന്ത്രി ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അണികളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഇടപെടൽ. ഇപ്പോഴാണ് കോടിയേരിയുടെ വില അറിയുന്നത്. മറ്റൊരാൾ കുറിച്ചിരിക്കുന്നു. നന്ദി.